നമസ്കാരം. ഗാസയ്ക്ക് വിധിച്ചത് സൈനിക ഭരണമാണോ? അതും ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക ഭരണമാണോ? ചിന്ത വളരെ സജീവമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇസ്രയേലിൻ്റെ പ്രതിനിധികൾ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻറ്റുമായും അമേരിക്കയുടെ വിദേശകാര്യ വിഭാഗവുമായും മധ്യേഷ്യ പശ്ചിമേഷ്യ ഏജൻറ്റുമായും എല്ലാം സംസാരിച്ച് ഒരു മൂർച്ച വരുത്തുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഓൾറെഡി 2 പ്രപ്പോസൽസ്, ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള 2 പ്രപ്പോസൽസ് ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു വലിയ റാഡിക്കൽ ഐഡിയ ആണ്. റിവിയേറ ആക്കി മാറ്റിയെടുക്കുക, ഒരു കടലോര വിശ്രമ ഉല്ലാസ കേന്ദ്രമായി ഗാസയെ മാറ്റിയെടുക്കുക. അങ്ങനെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും, ഗാസയിലെ 22 ലക്ഷം ആളുകളെ അവിടെ നിന്നും ഒഴിപ്പിച്ച് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒഴിപ്പിച്ചതിന് ശേഷം അത് ഒരു മനോഹര ഉദ്യാനമാക്കി മാറ്റിയെടുക്കുക. ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. രണ്ടാമത്തെ കുറച്ചുകൂടെ പ്രായോഗിക ഐഡിയ ആണ്. അത് ഈജിപ്റ്റ് കൊണ്ടുവന്ന പദ്ധതി, അറബ് ലീഗ് അംഗീകരിച്ച പദ്ധതി. ഗാസയുടെ $56 ബില്യൺ ചെലവഴിച്ചുകൊണ്ട് ഗാസയുടെ ജനങ്ങളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാതെ അവരെ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കിയതിന് ശേഷം ഗാസയുടെ പൂർണ്ണമായ റീകൺസ്ട്രക്ഷൻ, അതിന് മറ്റ് അറബ് രാജ്യങ്ങളുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും സാമ്പത്തിക പിന്തുണ തേടാം എന്ന ഒരു പ്രായോഗിക ചിന്ത. അതിനൊരു പ്രത്യേക ടൈം ഫ്രെയിം പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതും ഇൻ ദ എയർ ആണ്. എന്നാൽ ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ ഇസ്രയേൽ ഏകപക്ഷീയമായി ലംഘിച്ചു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, വെടിനിർത്തൽ ഏതാണ്ട് 2 മാസത്തോളം, ഒക്ടോബർ, ട്രംപ് അധികാരത്തിൽ വന്ന ജനുവരി 18 മുൻപ് 18 തന്നെ ഈ വെടിനിർത്തൽ നിലവിൽ വന്നു. അപ്പം ജനുവരി 19 മുതൽ നിലനിന്ന ആ വെടിനിർത്തൽ 2 മാസത്തിന് ശേഷം ഇപ്പോൾ ഇതാ മാർച്ച് 18 ആ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ വൻതോതിലുള്ള ആക്രമണമാണ്, ഏതാണ്ട് 400 പേരോളം മരിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വെടിനിർത്തൽ പഴങ്കഥയായിരിക്കുന്നു. ഏകപക്ഷീയമായി ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചു. ഇസ്രായേൽ പറയുന്നത് ബന്ദി കൈമാറ്റത്തെക്കുറിച്ച് 2ാം ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ധാരണ ഉണ്ടായില്ല. ഒരു പക്ഷേ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ മനസ്സിലൂടെ പോകുന്നത് കിട്ടാനുള്ള ബന്ദികളെ പ്രധാനമായും ജീവനോട് കിട്ടാനുള്ളവരെ കിട്ടിക്കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നവരിൽ അധികം പേര് ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അവരെ ത്യജിച്ചുകൊണ്ട് തന്നെ, സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒറിജിനൽ ലക്ഷ്യമായ ഹമാസിനെ കംപ്ലീറ്റ്ലി ഡെസിമേറ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കാം. പക്ഷേ പൊലിഞ്ഞു വീഴുന്നത് നിസ്സഹായരായ ജീവനുകളാണ്. ഓൾറെഡി ആ ഡെത്ത് ടോൾ ഇപ്പോൾ ഏറ്റവും വൈകിയ കണക്കനുസരിച്ച് ആകെയുള്ള confirmed recordical death toll in Gaza has crossed 50,000 mark. ഒന്നാലോചിക്കൂ, 23 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യത്ത് 50,000 പേര് കൺഫേംഡായി മരിച്ചു കഴിഞ്ഞു. വേറൊരു 12,000 പേരെ പൂർണ്ണമായും കാണാനില്ലാത്ത അവസ്ഥയിലാണ്. അവരും ഒരുപക്ഷെ മരിച്ചിരിക്കാനാണ് സാധ്യതയേറെ. എങ്ങനെയെങ്കിൽ 62,000 പേരെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ 2ാം വെയ്വിലെ വെടിനിർത്തലിന് ശേഷം ഇപ്പോൾ തുടങ്ങിയ പുതിയ ആക്രമണത്തിന് ശേഷം പോലും 700-ൽ പരം പേരാണ് മരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് പേരാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഗാസ ഒരു രീതിയിലും സമാധാനത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ഇങ്ങനെയെങ്കിൽ 2-3 പദ്ധതികൾ ഇസ്രയേലിൻ്റെ മനസ്സിലുണ്ട്. ആ പദ്ധതികളുമായിട്ടാണ് ഇസ്രയേലിൻ്റെ IDF-ൻ്റെ ഉന്നത നേതാക്കന്മാർ, മൊസാദിൻ്റെ തലവൻ, അതുപോലെ ഇസ്രയേലിൻ്റെ ആണവ പദ്ധതിയുടെ ചുമതലക്കാർ എന്ന് വേണ്ട ഇസ്രയേൽ പ്രതിരോധ മന്ത്രി, അങ്ങനെ ഒരു ഹൈ ലെവൽ ഡെലിഗേഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് പോയത്. എന്തുകൊണ്ട് അമേരിക്ക? കാരണം അമേരിക്ക പറയുന്നതാണ് ഇസ്രയേലിൻ്റെ വേദവാക്യം തിരിച്ചും. അങ്ങനെയെങ്കിൽ വലിയേട്ടൻ്റെ ഒരു പെർമിഷൻ ഇവിടെ ആവശ്യമാണ്. ട്രംപിൻ്റെ ഒരു അനുഗ്രഹം മാത്രം മതിയാകും, ബാക്കി ഞങ്ങൾ ഏറ്റു എന്ന രീതിയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, സൈനിക നീക്കത്തിലൂടെ ഇതുവരെ പൂർണ്ണമായി അത് ഗാസ പിടിച്ച് അധികാരം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. അത് 2006-ന് ശേഷം ഇസ്രായേലിൻ്റെ ഒരു അധികാര ഘടനയും ഗാസയിൽ ചിലവായിട്ടില്ല. അത് മുതൽ തന്നെ ഹമാസ് തന്നെയായിരുന്നു ഗാസയുടെ പൂർണ്ണമായ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ. പിന്നീട് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായില്ല, ഹമാസ് തന്നെ ഗാസ ഭരിച്ചു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അധികാരം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരുപക്ഷേ ഈ മാളങ്ങളിൽ, തുരങ്കങ്ങളിൽ, വിവിധ നെറ്റ്വർക്കുകളിൽ അഭയം തേടിയിട്ടുള്ള ഗാസയിലെ ഈ ഹമാസിൻ്റെ ആളുകൾ, ഹമാസിൻ്റെ അംഗങ്ങളെ
പുറത്തു കൊണ്ടുവരാനാവൂ. അവരെ പുറത്തു കൊണ്ടുവരാനാവുന്നത് വെടിനിർത്തൽ കൊണ്ടാണ്. ആ വെടിനിർത്തൽ ഇപ്പോൾ ലംഘിക്കപ്പെട്ടപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി തുരങ്കങ്ങളിലേക്കുള്ള പ്രയാണത്തിലും ഒളിയിടങ്ങളിലേക്കുള്ള പ്രയാണത്തിലും, അതുപോലെ മനുഷ്യമറ, മനുഷ്യ കവചം എന്നൊക്കെ പറയുന്ന റെസിഡൻഷ്യൽ ഏരിയകൾ, ദേവാലയങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാർപ്പിട സമുച്ചയങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സിവിലിയൻ വേഷത്തിലുള്ള ഹമാസിൻ്റെ അംഗങ്ങളെ തിരിച്ചറിയാനോ ബോംബ് ചെയ്യാനോ സാധിക്കില്ല. എത്ര രഹസ്യാന്വേഷണ സംവിധാനമുണ്ടെങ്കിലും അത് സാധിക്കണമെങ്കിൽ ഗാസയുടെ ഭരണം ഏറ്റെടുക്കണം. അവിടെ ഒരിക്കലും ഒരു സിവിലിയൻ ഭരണകൂടം ഇസ്രായേലിന് സ്ഥാപിക്കാനാവില്ല. കാരണം അത് അവരുടെ രാജ്യമല്ല, അവരുടെ പ്രദേശമല്ല. അങ്ങനെയെങ്കിൽ ഒരു സൈനിക ഏറ്റെടുക്കൽ ആണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പദ്ധതി എന്ന് പറയപ്പെടുന്നു. അത് ഒരു ബ്ലൂ പ്രിൻ്റാണ്, അത് ഓൺ പേപ്പറാണ്. അതുമായിട്ടാണ് ഇവർ അമേരിക്കയ്ക്ക് പോയിരിക്കുന്നത്. അമേരിക്കയിൽ ചെന്ന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തിരിച്ചു വന്നാൽ അത് തീർച്ചയായും ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ശ്രമമെങ്കിൽ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ കീഴടക്കണം. അപ്പോൾ കരയുദ്ധം വീണ്ടും ആരംഭിക്കുന്നത്. ഇപ്പോൾ തന്നെ കരയുദ്ധമുണ്ട്, ആകാശയുദ്ധമാണ് കൂടുതലും, ബോംബിംഗ്, ഏറിയൽ ബൊംബാർഡ്മെൻ്റാണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ റഫ ഇടനാഴിയിലും അതുപോലെ മറ്റ് ഇടനാഴികളിലും ഇസ്രായേൽ തന്നെ സൃഷ്ടിച്ച മറ്റ് നെറ്റ്സാലിം കോറിഡോർ അതുപോലെയുള്ള സ്ഥലങ്ങളിലെ സൈനിക വിന്യാസം ആദ്യം ഇൻറ്റൻസിഫൈ ചെയ്യുകയും ക്രിസ് ക്രോസായി തന്നെ റോഡുകളുടെ നിയന്ത്രണം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനു മുൻപായി പൂർണ്ണമായി ഗാസയിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നതാണ് തന്ത്രം. അത് ഓൾറെഡി കട്ടാണ്. ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണം ഏതാണ്ട് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി കാര്യമായ ട്രക്കുകളൊന്നും തന്നെ ഗാസയിലേക്ക് കയറുന്നില്ല. അത് മാത്രമല്ല വിദ്യുത് ശക്തി അത് വിച്ഛേദിച്ചു കഴിഞ്ഞു. ഡീസാലിനേഷൻ പ്ലാന്റുകൾ വർക്ക് ചെയ്യില്ല. വെള്ളം കുടി മുട്ടിപ്പോകും. കാരണം കടൽ ജലം ശുദ്ധീകരിച്ചാണ് കുടിവെള്ളം ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലും ലഭിക്കാത്ത ഒരു അന്തരീക്ഷമുണ്ടായാൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. അങ്ങനെയെങ്കിൽ കുറേ പേരൊക്കെ റഫ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധിതരാകും. അവരെ ഉൾക്കൊള്ളാൻ മനസ്സോടെയെങ്കിലും അവരെ ഉൾക്കൊള്ളാൻ ഈജിപ്റ്റ് എന്ന രാജ്യവും നിർബന്ധിതരാകും. അതേക്കുറിച്ച് ഒരു അദൃശ്യ ധാരണ ഇസ്രായേൽ ഈജിപ്റ്റുമായി ഉണ്ടായിരിക്കാം. കാരണം ഇവരെല്ലാം ഇതിൻ്റെ വലിയ രസമെന്ന് പറയുന്നത് ഈജിപ്റ്റുമായും സൗദി അറേബ്യയുമായും, അതാണല്ലോ അടുത്തുള്ള ശക്തരായ അറബ് രാജ്യങ്ങൾ, വളരെ നല്ല ബന്ധമാണ് ഇസ്രായേലിന്. അതുപോലെ തന്നെ ജോർദാനുമായും നല്ല ബന്ധമാണ്. ചുറ്റുപാടുമുള്ള എല്ലാ അറബി രാജ്യങ്ങളുമായും സാമാന്യം തരക്കേടില്ലാത്ത ബന്ധമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായി ഓപ്പറേഷൻസ് നടത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. അവരാരും തന്നെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കാനായി ഒരുമ്പിടില്ല. അങ്ങനെ ഒരുമ്പിടാൻ സാധ്യതയുള്ള ഏകരാജ്യം ഇറാൻ മാത്രമാണ്. ഇറാൻ ആണെങ്കിലും ഇപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ്. കാരണം ഇറാൻ്റെ പ്രോക്സികളായ ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ മറ്റ് ഷിയ ഗ്രൂപ്പുകൾ എല്ലാം തന്നെ ഇപ്പോൾ പ്രതിരോധത്തിലായതുകൊണ്ട് നേരിട്ടുള്ളൊരു ഇറാനിയൻ ഇടപെടലും ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല എന്നതുകൊണ്ടാവണം ഇങ്ങനെ ഒരു സൈനിക ഏറ്റെടുക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ 3 വ്യത്യസ്തമായ പ്ലാനുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്, ലോകത്തിന് മുമ്പിലുണ്ട്. ഒന്ന്, അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു ഭ്രാന്തൻ ആശയം. 2, അറബി നേതാക്കളുടെ നിർദ്ദേശം. 3, ഇപ്പോൾ ഇസ്രായേൽ സൈനികമായി ആ പ്രദേശം ഏറ്റെടുക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ. ഇതിലേതാണ് ആത്യന്തികമായി നിലവിൽ വരിക? അതോ ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ ഒരു പ്രഹേളികയായി ഈ വിഷയം തുടരുമോ? ലോകസമാധാനത്തിന് തന്നെ ഭഞ്ജനം സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയം അനന്തമായി നീണ്ടുപോകുമോ? അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിസ്സഹായരായ കുരുന്നുകളാണ് അവിടെ വധിക്കപ്പെടുന്നത്, സ്ത്രീകളാണ് വധിക്കപ്പെടുന്നത്. 50,000 ജീവൻ പൊലിഞ്ഞപ്പോൾ അതിൽ 17,000 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. അതിന് മുമ്പിൽ ലോക മനസാക്ഷി മരവിച്ച് നിൽക്കുമ്പോൾ ക്രിയാത്മകമായ പരിഹാരങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഉടനടി അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പീരീഡിലെങ്കിലും ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണ് എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം.